സ്നേഹം നിറഞ്ഞ എല്ലാ കൂട്ടുകാരോടും സുഖം തന്നെയല്ലേ ഞാൻ ആദ്യമായി ചോദിക്കുന്നു. ആമുഖമായി ഞാൻ കൂടുതൽ പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല. അപ്പോൾ ടൈം ഒരുപാട് പോകും. ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. വളരെ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. കാരണം ഞാൻ യാത്ര ചെയ്യുന്ന സമയത്താണ് ഈ കൂട്ടുകാരി എന്നോട് ഇന്ന കാര്യങ്ങളുണ്ട് ഇത്ത, ഇന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആണ് ഇത്ത, പിന്നെ വളരെയധികം പ്രയാസത്തിലാണ് ഇന്നൊരു കാര്യം കൊണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ വോയിസ് എനിക്ക് അയച്ചിട്ടുണ്ടായത്. ഞാൻ പോകാൻ ഇറങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് കേട്ടിട്ടില്ല. പിന്നെ ഞാൻ വണ്ടിയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ആ വോയിസ് കേട്ടത്. വണ്ടിയിൽ നിന്ന് തന്നെ ഞാൻ അവർക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, യാത്ര ചെയ്യുന്ന സമയത്ത്. അൽഹംദുലില്ലാ അവരോട് 7 ദിവസം ഞാൻ അവരോട് പറഞ്ഞു, ഇത് നീയത്ത് വെച്ച് ചോദിക്കുമോ, അൽഹംദുലില്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു പരിഹാരം കാണിച്ചു തരും, തരാതിരിക്കില്ല, ഒരിക്കലും കൈവിടൂല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് തന്നെ ആ ഒരു സഹോദരി ഓതി ചെല്ലിയത് കൊണ്ട് അൽഹംദുലില്ലാ അത്ഭുതം എന്ന കണക്ക് തന്നെ അല്ലേ. നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യത്തിൽ അത്ഭുതപ്പെട്ടു പോകും. അത്ഭുതം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. കാരണം അത്രയും വർഷം അവർ ദുഃഖിച്ചിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങളെ വിലയേറെ കമൻറ്റുകൾ എനിക്ക് എഴുതി അറിയിക്കട്ടെ. കമൻറ്റ് എഴുതാൻ എല്ലാവർക്കും മടിയാണ്. കമൻറ്റ് എഴുതുമ്പോൾ നമ്മൾ കാണുന്നതിലിടയ്ക്ക് നമ്മൾ അഭിപ്രായം കമൻറ്റ് എഴുതുമ്പോൾ നമുക്ക് നെറ്റ് കൂടുതൽ ചിലവാകില്ല അല്ലേ. അപ്പം നല്ലതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവർക്ക് എപ്പോഴും നല്ലതേ വരും, അത് അല്ലാത്തവർക്ക് എപ്പോഴും ദോഷം വരും. കാരണം ഞാൻ ഇത് പറയാൻ കാരണം എന്താ പറയുക, ഒരാളൊരു നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെയോ മിഞ്ഞാന്നാവട്ടെ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ കമൻറ്റുകൾ വരുമ്പോൾ നമുക്ക് അറിയുമല്ലോ. അപ്പോൾ നെഗറ്റീവ് കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുക്കട്ടെ എന്ന് തോന്നി ഞാനത് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആ കമൻറ്റ് അവർ തന്നെ റിമൂവ് ചെയ്തിന് കേട്ടോ. അപ്പോൾ നോക്കിക്കൊണ്ട് അവർക്ക് തന്നെ മനസ്സിലായി ഇത് പറഞ്ഞാൽ നമുക്ക് തന്നെയാണ് ഇതിൻ്റെ ദോഷം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ നിങ്ങളെല്ലാവരും തുടർന്ന് കാണുക, സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം. ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ, സുഖമായിരിക്കട്ടെ. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും റാഹത്ത് തന്നെയല്ലേ, ഇപ്പോൾ ഹെൽത്തെല്ലാം ഓക്കെ തന്നെയല്ലേ, വേറെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എപ്പം തന്നെ ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്തതോടൊപ്പം മനസ്സിനൊരു സന്തോഷം സമാധാനം നമുക്ക് നൽകി തരണേ അള്ളാഹ് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും കേൾക്കണം. ശരിക്കും അത്ഭുതം എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. നമ്മൾ ഇത്രമാത്രം അല്ലേ, ഇത്രമാത്രം നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ അത്രമാത്രം അള്ളാഹു നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ സമയത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹാരം കാണിച്ചു തരും. നമുക്ക് എത്രയും വിഷമിക്കുന്നതും ഇത്രയും വിഷമങ്ങൾ അനുഭവിക്കും പലരോടും നമ്മൾ പല രൂപത്തിൽ നമ്മൾ പരാതി പറയും. എപ്പോഴും എനിക്ക് ഇങ്ങനെ തന്നെയാണ്, ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നുണ്ട്, ഓതുന്നുണ്ട്, എല്ലാ ഇബാദത്തുകളും ചെയ്യുന്നുണ്ട്. അതൊരു പരിഭവം പറയലാണ്. അത് ശരിക്കും വെച്ചാൽ ഒരു പരിഭവം പറയലേ. എന്താണോ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, എന്താണോ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, അത് അള്ളാഹുവിനോട് മാത്രം പറയാം അല്ലേ. പിന്നെ പരിഹരിക്കേണ്ടത് നമ്മളെ ഭർത്താവായാലോ മക്കളായാലോ എന്താണ് അതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നോക്കേണ്ട കാര്യങ്ങൾ മാത്രം നമ്മളെ വീട്ടുകാരോട് പറയാം. മറ്റുള്ള എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തകർച്ച കാണാനാണ് കൂടുതൽ ആൾ നിൽക്കുക. അതിനെ ആഗ്രഹിക്കുന്ന ആളുണ്ടാവും. ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ അതായിക്കോട്ടെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അതിനെപ്പറ്റി നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അത് കേൾക്കുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അവർ ദുആ ചെയ്യും, പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. നമ്മളെ കൂടപ്പുറപ്പിങ്ങളോ ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് വേണ്ടുന്നവരോ ആണ്, അല്ലാതെ ആരോടും നമ്മൾ പരിഭവം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മളെ വിഷമങ്ങളും കൂടി മറ്റുള്ള ആളെ അറിയിക്കുന്ന ഒരു ഇതിലാവും. പക്ഷെ നമുക്ക് എന്ത് വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മൾ മാത്രം അറിയുക. എന്ത് വലിയ സന്തോഷങ്ങളുണ്ടാവും അത് നമ്മൾ മാത്രം പിന്നെ അറിഞ്ഞാൽ മതി എന്നുള്ള ഇതിൽ വെക്കുക. എല്ലാം തന്നെ കൊട്ടിഘോഷിച്ച് സ്റ്റാറ്റസായിട്ട് ഇടാനോ എല്ലാവരോടും കൊട്ടിഘോഷിച്ച് ആഘോഷമായി പറയാനോ ഒന്നിനും നിൽക്കരുത്. കാരണം കാലം ഒരുപാട് മാറിപ്പോയതാണ്. പഴമക്കാർ പറയുന്നത് പോലെയല്ല ഇന്നത്തുള്ള ആൾക്കാർ പറയുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, അതൊക്കെ നമുക്ക് തന്നെ ദോഷമായിട്ട് മാറും. അപ്പം ഞാൻ കൂടുതൽ ഞാൻ വിശദീകരിച്ച് കൊണ്ടുപോകുന്നില്ല, വിശദീകരിച്ച് പറഞ്ഞു തരും. എന്തായാലും അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ആമുഖമായിട്ട് കുറച്ച് കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ തല ഏതാന്ന് വാലേതാന്ന് മനസ്സിലാവില്ല കേട്ടോ. ഇത് എന്ത് ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണമെന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ യാത്രക്ക് പുറപ്പെടുന്ന സമയത്ത്, പുറത്തേക്ക് യാത്രക്ക് പുറപ്പെടുന്ന സമയത്ത് ഒരു കൂട്ടുകാരി എന്നെ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജർ അയച്ചിട്ടുണ്ടായിന്. അപ്പം
ഒന്ന് ബെല്ല് ഒരു മിസ് കോൾ അടിച്ചിട്ടുണ്ടായിന്, കാരണം മെസ്സേജ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇപ്പം നോക്കാൻ എനിക്ക് സമയമില്ല, കാരണം സമയം എനിക്ക് ലേറ്റായി പോകും. അതിന് റിപ്ലൈ ഒക്കെ കൊടുക്കുമ്പോൾ സീരിയസ് ഉള്ള പ്രശ്നമാണെങ്കിൽ അത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയിൽ നിന്ന് തന്നെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് അത് കേട്ടു. അതിനുള്ള ഉത്തരം ഞാൻ റിപ്ലൈ ഞാൻ കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളെ തക്കവയോളം നിങ്ങളെ ആക്കിബത്ത് പോലെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള പരിഹാരം. അതുകൊണ്ട് യാതൊരു കാരണവശാലും നമ്മൾ യാതൊരുവിധ വിഷമങ്ങളിലും പോകാതെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കാനും അള്ളാഹു നമുക്ക് വന്ന ആ വിഷമത്തിൽ നിന്ന് നമ്മളെ കരകയറ്റി രക്ഷപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. അതുപോലെ തന്നെ നല്ല തക്വ ഉണ്ടായിരിക്കണം, വുളു ഉണ്ടായിരിക്കണം, നമസ്കാരത്തിന് ശേഷമായിരിക്കണം, കളാതെ നമസ്കരിക്കുന്നതിന് ശേഷമായിരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഓക്കെ ഇത്താന്ന് പറഞ്ഞ് അതുപോലെ ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ 7 ദിവസത്തേക്കാണ് കേട്ടോ ഓതണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് 7 ദിവസം ഓതിയാൽ മതി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പരിഹാരം അവർക്ക് കാണിച്ചു കൊടുത്ത് നമുക്ക് കിട്ടാനുള്ള പൈസ നമ്മളിലേക്ക് എത്തിക്കും. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് 50 ലക്ഷം രൂപ അവർ ഒരാൾക്ക് മറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേണ്ടപ്പെട്ടവർക്ക് തന്നെ മറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിസിനസ് തകർന്നു പോയി, ആ ബിസിനസ്സിൽ പരാജയം വന്നുപോയി. അവർക്കപ്പം ബിസിനസ്സിൻ്റെ സാമ്രാജ്യം വിറ്റ് കഴിയാതെ അവർക്ക് ഈ വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാനും പറ്റൂല. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ അവർ ഒരുപാട് വർഷങ്ങളായി തരണം ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പം ഇവർ ചോദിക്കുന്നതിനനുസരിച്ച് പറയുന്നതെന്ന് വെച്ചാൽ ബിസിനസ് തകർച്ച വന്നതുകൊണ്ടാണ്, എന്തായാലും നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് തരും, നിങ്ങൾ വിഷമിക്കല്ലേ. അപ്പോൾ ഇവർക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിന്. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ 45-46 ലക്ഷം രൂപയുടെ സ്വർണ്ണങ്ങൾ പണയം വെച്ച് എന്നിട്ടാണ് ഇവരെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുത്തത്. അപ്പോൾ സ്വർണം പണയം വെച്ചാൽ അതൊരു കടബാധ്യതയാണല്ലോ അല്ലേ. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ സ്വർണ്ണങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലെന്ന് വെച്ചാൽ അവർ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടാണ് എന്നോട് പറഞ്ഞത്. കാരണം സ്വർണം പിന്നെ പലിശ അടക്കാൻ കഴിയാതെ വരുമ്പോൾ പലിശ കയറി വിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരും തന്നെ അങ്ങനെ ആക്കാതിരിക്കട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെ പ്രയാസപ്പെട്ടിട്ട്, കാരണം കൊടുത്തതും വേണ്ടപ്പെട്ട ഒരു ആൾക്ക് തന്നെ, പക്ഷേ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം അവർക്ക് വന്നുപോയി. മനഃപൂർവ്വമല്ലാത്തൊരു അവസ്ഥ അവർക്ക് വന്നുപോയതുകൊണ്ട് ഇവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ വർഷങ്ങളോ എത്രയോ കഴിഞ്ഞുകൂടി. അപ്പോൾ അതിനുശേഷം എന്നോട് ഇങ്ങനെ പറഞ്ഞിത്ത ഇങ്ങനെ ഉണ്ട്, പല കാര്യങ്ങളും ചെയ്ത് പല ഉസ്താദുമാരടുത്തും പോയി കുറേ വർഷങ്ങളായി, എന്നിട്ടൊന്നും അതിനൊരു മാറ്റവും ഇല്ല ഇത്ത, എന്തെങ്കിലും ഒരു ദുആ പറഞ്ഞു തരുമോ. അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ഇല്ലേ കുറേ വലിയ പണ്ഡിതന്മാരടുത്ത് പോയിട്ട് പോലും സാധിക്കാത്ത കാര്യം കൂടുതൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളെ വായുമെന്നൊരു നേരം വീഴുന്ന വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ മുതിർന്നവർക്ക് മാത്രമല്ല ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. ചിലപ്പോൾ നമ്മളെന്തെങ്കിലും ചെയ്യുന്നതിലിടക്ക് ചെറിയ കുട്ടികൾ പലതും നമ്മളോട് പറഞ്ഞു തരും. ആ കുട്ടികൾ പറയുന്ന കാര്യം നമ്മൾ സ്വീകരിക്കുമ്പോണ്ടല്ല, അത് ശരിക്കും യാഥാർത്ഥ്യമാവും. അത് ശരിക്കും നല്ലൊരു ഉത്തരമായിരിക്കും. കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ നമുക്കത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുട്ടികൾ പറയുന്ന കാര്യം നമ്മൾ തട്ടിക്കളയരുത്. ചില സമയത്ത് നമ്മൾ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ചില കുഞ്ഞു മക്കളെ വായിൽ നല്ലൊരു മലക്കുകൾ വന്നിട്ടൊരു മൊഴിപ്പിക്കാനുണ്ട്. അത് നമുക്ക് സ്വീകാര്യമായതായിരിക്കും, ഹലാലായതായിരിക്കും, നല്ല കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മളത് സ്വീകരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വലിയ പണ്ഡിതയായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്, പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും എന്നൊക്കെ പറയുന്നത് പോലെയല്ല, ഞാനൊരു സാധാരണ ഒരാളാണ്. അപ്പം ഞാൻ ചെല്ലുന്നതും ഓതുന്നതും ഒക്കെയാണ് ഞാൻ ഓരോരോ ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരാളുകളും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഓരോരാളെ സങ്കടങ്ങൾ ഏതാണ് എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അവർ നമ്മളോട് പറയുന്ന സമയത്ത് നമ്മളെ വായിൽ നിന്ന് കളങ്കമൊന്നുമില്ല. നമ്മൾ എവിടെയും എല്ലായിടത്തും പോകുമ്പോൾ നമ്മൾ കിതാബും മുസാഫൊന്നും എടുത്തിട്ടല്ലല്ലോ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അള്ളാഹു നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നിക്കുന്നത് ആ തോന്നിക്കുന്നതാണ് നമ്മൾ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞു കൊടുത്ത പ്രകാരം തന്നെ അവൾ ചെയ്തു. അവൾ ചെയ്ത് 6 ദിവസം അവൾ ചെയ്ത് 6ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് അവൾക്ക് വിളി വന്നു. അൽഹംദുലില്ലാ, നമുക്ക് ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് വിറ്റ് കിട്ടി. അതുകൊണ്ട് നമ്മൾക്ക് നിങ്ങളെ പൈസ പെട്ടെന്ന് തന്നെ ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് കൊണ്ടുതരും. അപ്പോൾ അതിൽ നിന്ന് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ പുറത്ത് തരണം കേട്ടോ, മനഃപൂർവ്വമല്ലാത്ത പെട്ടുപോയിട്ടാന്നൊക്കെ പറഞ്ഞില്ല. സമാധാനിച്ച്. അപ്പോൾ എന്നോട് ആ കൂട്ടുകാരി കുറേ ദിവസമായി ഞാൻ പറഞ്ഞിട്ടില്ല ഒരുപാട് വീഡിയോ ഇടാനുണ്ടെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞ് നിങ്ങൾ ഇന്ന കാര്യമുണ്ട്, ഇതേപോലെ പലരും പ്രയാസപ്പെടുന്നുണ്ട്. നമ്മളിതുപോലെ ഒരാൾക്ക് ഒരു നന്മ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും വായ്പ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ
ഇതേപോലത്തെ ഒരു അവസ്ഥ അവർ നേരിടുന്നുണ്ടെങ്കിലോ, അല്ലേ? കടങ്ങളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ മനസ്സമാധാനം ഉണ്ടാവില്ല. അതായിരിക്കും തന്നെ. ഇപ്പോൾ കടമില്ലാത്ത ആൾക്കാർ കുറവാണ്, അല്ലേ? 100-ൽ 98% ആളുകൾക്കും കടമുണ്ട്. ഓരോ കാര്യങ്ങൾക്കായിരിക്കും. ആ കടത്തിൽ നിന്നൊക്കെ ഒരു സമാധാനം കിട്ടുന്നതും വഷളാവാതെ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നടക്കാതാക്കുന്നതും വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം പെട്ടെന്ന് തന്നെ കടം വീടി കിട്ടാൻ കഴിയാത്ത ആൾക്കാർക്ക് ആ കടത്തിന് നിയന്ത്രിച്ച് കൊണ്ടുപോകാനും മറ്റൊരാളുടെ മുമ്പിൽ വഷളകേട് ആകാണ്ടും നാണക്കേടാകാതെ ഇരിക്കാനും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. നമ്മളെവിടെയും തളരില്ല എന്ന് നമുക്ക് മനസ്സിൽ ബോധ്യമുള്ള കാലത്തോടെ നമ്മൾ അള്ളാഹുവിനെ മുറുക്ക പിടിക്കുക. വേറെ ആരും ഇല്ല നമുക്ക്. എല്ലാവരും തന്നാൽ ഇത്രയെന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന അനുഗ്രഹം ഒരു വലിയ അനുഗ്രഹമാണ്. അത് നമ്മൾ നിഷേധിക്കാൻ പാടില്ല, തള്ളിക്കളയാനുമുള്ള അതിനുള്ള സമയവും സന്ദർഭവും നമ്മൾ ഒരുക്കാൻ വേണ്ടി പാടില്ല. അള്ളാഹുവിനെ ധിക്കരിച്ച് നമ്മൾ വേറെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു കൊടുത്തു, ഓരോ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് ഞാൻ വോയിസ് അവർക്ക് വാട്സപ്പിൽ വോയിസ് പറഞ്ഞു കൊടുത്തതാണ്. എന്നോട് പറഞ്ഞ കാര്യത്തിന് ഞാൻ റിപ്ലൈ കൊടുത്തതാണ്. അപ്പോൾ അത് ഞാൻ ഇതിലിടുന്നില്ല. കാരണം ഞാൻ ആ സമയത്ത് എനിക്ക് ഇതിൻ്റെ ജലദോഷവും തുമ്മലൊക്കെ വന്നിട്ട് സൗണ്ട് വല്ലാത്തൊരു വിഷമത്തിലായിപ്പോയിനി. ആ സമയത്താണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തത് വെച്ചാൽ മഹാനായ ഹിളർ നബി അലൈഹിസ്സലാം തങ്ങളെ പേരിൽ അറിയില്ലേ, കടലും കരയും കാക്കുന്നവരാണല്ലേ, പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യുന്ന ആ നബിയുടെ പേരിൽ നിങ്ങൾ 3 സൂറത്തുൽ ഫാത്തിഹ ഓതണേ. 3 സൂറത്തുൽ ഫാത്തിഹ ഓതാൻ കേട്ടോ. 3 സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ഞാൻ പറഞ്ഞുതരാം അവർക്ക് എത്ര കട ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ കടത്തിൽ നിന്ന് പലിശ അടക്കം 47 ലക്ഷം രൂപേൻ്റെ കടമായിട്ടുണ്ടായിന് അവർ. അപ്പോൾ ഇവർ ഈ പൈസ കൊടുത്തതും പൈസ മെച്ചം വന്നതും ഒരു അത്ഭുതം തന്നെയല്ലേ, അല്ലേ? അതവർ സമ്പാദിച്ച് വെച്ച പൈസയിൽ നിന്നാണ് ഒരാൾക്ക് ആവശ്യം വന്നുകൊണ്ട് എടുത്തു പോയത്. ആ കൊടുത്ത പൈസ അവർക്ക് ഒരുപാട് വർഷങ്ങളോളം അവർ കിട്ടാതെ അവർ ദുഃഖിച്ചിരുന്നു. അതിന് ശേഷമാണ് ഞാനിത് പറഞ്ഞു കൊടുത്തത്. അൽഹംദുലില്ലാഹ് അവർ 6-ാമത്തെ ദിവസം രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം ഓതി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് അവർക്ക് കോൾ വന്നു, ഇങ്ങനെ സംഭവം ഓക്കെ ആയിട്ടുണ്ട്, നിങ്ങളുടെ പൈസ ഉടനെ തന്നെ കൊണ്ടുതരും, അതുകൊണ്ട് നിങ്ങൾ പിന്നെ മനസ്സിലെന്തെങ്കിലും ഒരു വേദന വിഷമം വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പൈസ മുഴുവനായിട്ട് അവർക്ക് കിട്ടി. അവരെ കടവും വീടി പൈസ ബാക്കിയുള്ളത് നീക്കിയിരിപ്പായിട്ട് വെക്കുകയും ചെയ്തു. അത്ഭുതം തന്നെ, അൽഹംദുലില്ലാഹ്, അല്ലേ? അപ്പോൾ അതിന് ശേഷം ഹിളർ നബി അലൈഹിസ്സലാം തങ്ങളെ പേരിൽ 3 സൂറത്തുൽ ഫാത്തിഹ ഓതിയതിന് ശേഷം സൂറത്ത് ഷംസ് ഓതാൻ പറഞ്ഞു. വല്ലുഹ സൂറത്ത് അശംസി വല്ലുഹ എന്ന സൂറത്താണ് ഓതാൻ വേണ്ടി പറഞ്ഞത്. അതും 7 തവണ ഓദിക്കുമെന്ന് പറഞ്ഞു. കാരണം എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. കാരണം ഞാൻ യാത്ര ചെയ്യുന്ന സമയത്താണെന്നല്ലോ ഞാൻ പറഞ്ഞത്. അത് തെറ്റാതെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെച്ചതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ 2 കാര്യം ഞാൻ പറഞ്ഞേ. ഹിളർ നബി അലൈഹിസ്സലാം തങ്ങളുടെ പേരിൽ സൂറത്തുൽ ഫാത്തിഹ 3 തവണ, സൂറത്ത് ഷംസ് ഓതാൻ 7 തവണ പറഞ്ഞു. വശംസി വല്ലുഹ എന്ന സൂറത്ത് ഓതാൻ വേണ്ടിയിട്ടാണ് 7 തവണ പറഞ്ഞത്. മുത്ത് നബിയുടെ പേരിൽ സൂറത്തുൽ ഫാത്തിഹ 37 തവണ ഓതണം എന്ന് പറഞ്ഞു. അത് ഓതി. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന ഇസ്തിഗ്ഫാർ 77 തവണ നിങ്ങൾ ചൊല്ലണം എന്നും പറഞ്ഞു. ഇതിന് ശേഷം ഈ ദിക്ർ ഞാൻ 17 തവണ നിങ്ങൾ ചൊല്ലണമെന്ന് പറഞ്ഞു. ആ ദിക്ർ നിങ്ങൾ ഈ സമയത്തും അല്ല, ഈ നമസ്കാരത്തിന് ശേഷം അല്ലാത്ത പിന്നെയുള്ള സമയത്തൊക്കെ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. എവിടെ പോകുന്നുണ്ടെങ്കിലും വരുന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ ചൊല്ലിക്കുമെന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന സലാത്ത് 17 തവണ നിങ്ങൾ ചൊല്ലിക്കുമെന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ കേട്ടോ, ദിക്റാണ്. അതിന് ശേഷം 7 തവണ ഈ സ്വലാത്ത് ചൊല്ലാനും പറഞ്ഞു. സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് സ്വലാത്ത് 7 തവണ നിങ്ങൾ ചൊല്ലി ദുആ ചെയ്തോ. ഓരോ തവണയും ഓരോ ദിവസവും ഇത് ചൊല്ലാനല്ല, ഒരു ദിവസം സുബഹി നമസ്കാരത്തിന് ശേഷം, സുബഹി നമസ്കാരം ഖളാ ആവാതെ അതായി നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ഇതൊക്കെ ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഈ ദിക്ർ ഉണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ നിങ്ങൾ എല്ലാ സമയത്തും നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾ ചൊല്ലി ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്ന് പറഞ്ഞു. കാരണം അത്രയും വലിയൊരു മഹാനായ
തങ്ങളാണല്ലേ, നബിയാന്ന് നമ്മുടെ ഖിളർ നബി അലൈഹിസ്സലാം വസ്സലാം തങ്ങൾ. അപ്പോൾ അവരുടെ പേരിൽ ഞാൻ ഓതാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇത് ഓതിയിട്ടുള്ളത്. അതുകൊണ്ട് അൽഹംദുലില്ലാ ഇത്ത 6ാമത്തെ ദിവസം തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ് നമുക്ക് കിട്ടിയത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കിട്ടിയത്. പോരാത്തതിന് ഒരുപാട് വർഷങ്ങളായി നമ്മൾ ഇതിൻ്റെ പിറകെ നമ്മൾ അവരോട് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു. ഇതുവരെ അവരുമായിട്ട് പ്രശ്നങ്ങൾക്കൊന്നും നിന്നിട്ടില്ല, ഒരു വെറുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മളെ സ്വർണ്ണങ്ങൾ ഇങ്ങനെ പണയം വെച്ച് അതിൻ്റെ പലിശ ഒക്കെ അടക്കുന്ന സമയത്തൊക്കെ വളരെയധികം മനസ്സ് വേദനിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊരു നല്ല കാര്യം ചെയ്തിട്ടാണല്ലോ നമുക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം ചെയ്യേണ്ടി വന്നതെന്ന്. കാരണം ഓരോ ആളുകൾക്കും ഓരോ ആവശ്യം വരുന്ന സമയത്തായിരിക്കും നമ്മളെ കയ്യിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു സമ്പാദ്യം എടുക്കുക. ആ സമ്പാദ്യം വേറെ ആരുടെയെങ്കിലും പക്കലായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടെ ബ്ലാങ്കായി പോലെ. അന്നേരം നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നോക്കും. അങ്ങനെയാണ് ഇവരുടെ സ്വർണ്ണങ്ങളൊക്കെ പണയത്തിലായത്. അൽഹംദുലില്ലാ അവരുടെ പിന്നെ സ്വർണ്ണമൊക്കെ ബാങ്കിൽ നിന്ന് എടുത്ത് പലിശയൊക്കെ അടച്ച് എല്ലാം എടുത്ത് ആ കടത്തിൻ്റെ നിന്ന് രക്ഷപ്പെട്ട് ബാക്കിയുള്ള പൈസ അവർ മെച്ചമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച് അൽഹംദുലില്ലാ നോക്കിക്കൊള്ളണം. അപ്പോൾ ഒരുപാട് വർഷം മുമ്പേ അവരിങ്ങനെ പ്രയാസപ്പെട്ടിട്ട് ദുഃഖിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹു എളുപ്പമാർഗ്ഗത്തിലേക്ക് കൂടി ചെയ്തു കൊടുത്തത്. അപ്പോൾ ഇത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല, നിസ്സാരമായ പ്രശ്നങ്ങളല്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും തന്നെ മറ്റുള്ളവരിലേക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ എനിക്ക് അയക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് ഒരുപാട് ആൾ ഇപ്പോഴും എനിക്ക് വോയിസ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പഴയ നമ്പറുള്ള സമയത്തുള്ളത്. ഇപ്പം ഞാൻ നമ്പർ തരാത്ത എന്നെ യാത്ര ചെയ്യാൻ സമ്മതിക്കുന്നില്ല ആൾക്കാർ. നമ്പർ കിട്ടുമ്പോൾ എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല, എന്നെ ഉറങ്ങാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. ഇങ്ങനെയുള്ള പല കോളുകൾ എനിക്ക് വരുന്നത് കൊണ്ട് ആണ് ഞാനിപ്പോൾ ആർക്കും തന്നെ നമ്പർ ഞാൻ കൊടുക്കാൻ എനിക്ക് പേടി വന്നുപോയി കേട്ടോ. പണ്ട് ഞാൻ 2-3 വർഷം മുമ്പേ ഞാൻ ഇതുപോലെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പർ കൊടുത്ത പ്രകാരം അവർ കൈമാറി അവരുടെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ അയക്കുന്നത് കാരണം എൻ്റെ നമ്പർ അവരുടെ അടുത്തായി. എനിക്ക് സമാധാനം തരാത്ത പോലത്തെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്പർ തരാത്തത്. അപ്പോൾ നിങ്ങൾ ആരും തന്നെ വിഷമിക്കരുത്. നിങ്ങൾ കമൻറ്റിൽ എഴുതിക്കോ, കമൻറ്റിൽ ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഈ റിപ്ലൈ തരുന്നതിന് പകരമാണ് നിങ്ങൾക്കൊരു പേടി ഉണ്ടാവില്ല, റിപ്ലൈ ചെയ്ത് എല്ലാവരും വായിക്കും എന്നുള്ളത്. നിങ്ങളൊക്കെ ആർക്കും തന്നെ തമ്മിൽ പരസ്പരം അറിയാത്ത ആളായിരിക്കും. നിങ്ങളെ മെയിൽ ഐ ഡി തന്നെ ശരിക്കുള്ളതായിരിക്കില്ല അല്ലേ, ഡ്യൂപ്ലിക്കേറ്റ് മെയിൽ ഐ ഡി ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എഴുതുന്ന കമൻറ്റിന് ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഞാൻ ദുആയിൽ എല്ലാവരും തന്നെ ഉൾപ്പെടുത്താറുണ്ട്. ആരെയും തന്നെ ഞാൻ നിസ്സാരമാക്കി കളയാറില്ല. ചെറിയവർക്ക് ചെറിയ പ്രയാസം ഉണ്ടാവും, വലിയവർക്ക് വലിയതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തും പരിഹരിച്ച് തരട്ടെ എന്ന് മാത്രമേ നമുക്ക് ദുആ ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളെ വലിയ കമൻ്റ് അയക്കുക. നിങ്ങളെല്ലാവരെയും ഞാൻ ചേർത്ത് പിടിച്ച് ദുആ ചെയ്യുന്ന പോലെ നിങ്ങളും എന്നെ ചേർത്ത് പിടിച്ച് ഈ വീഡിയോക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക. ആദ്യം കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, സ്നേഹത്തോടെ ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കും ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ മാസങ്ങൾക്ക് ശേഷം വീഡിയോ ഇട്ടാലൊന്നും അതിനെക്കൊണ്ട് വലിയ റീച്ചൊന്നും കിട്ടൂല. അതുകൊണ്ടാണ് വീഡിയോ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് സ്നേഹത്തോടുള്ള ആ ലൈക്കിന് ചോദിക്കുന്നത്. ലൈക്ക് തരാനൊന്നും ആരും മടി കാണിക്കണ്ട. നമ്മളൊരു കാര്യം നല്ലത് ചെയ്യുന്നുണ്ട്, ഈ നല്ല കാര്യത്തിന് അള്ളാഹു ഹലാലായ കാര്യങ്ങളാണ് നമുക്കാക്കി തരിക. നമ്മൾ ഡാൻസോ പാട്ടോ കൂത്തോ ആടറ്റോ പാടലോ ഒന്നുമല്ല അല്ലേ. നമ്മൾ അല്പവസ്ത്രം ധരിച്ചിട്ടല്ല നമ്മൾ ആരും തന്നെ സംസാരിക്കുന്നത്. ഇതെല്ലാം ഹലാലായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുയോജ്യമായ പ്രതിഫലം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്തു തരട്ടെ. അപ്പോൾ എല്ലാവരോടും മഅസ്സലാം. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും മഅസ്സലാം.